ഇടവിള കൃഷിയിലെ അടുത്ത ഐറ്റം കണ്ടാലോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് നടുന്നതും ഒപ്പം കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സും അറിയാം. ചീനിക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ മധുരക്കിഴങ്ങാണേ. മധുരക്കിഴങ്ങിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ നടാനെടുത്തിരിക്കുന്നത് വയലറ്റ് കളറിലുള്ള കിഴങ്ങാണ്. കടയിൽ നിന്നും വാങ്ങിയ കിഴങ്ങ് മുളപ്പിച്ചാണ് ഞാൻ നടാൻ ആവശ്യമായ തണ്ടുകൾ ഉണ്ടാക്കി. 20 മുതൽ 30 സെന്റിമീറ്റർ നീളമുള്ള 4-5 മുട്ടുകളുള്ള വള്ളിക്കഷ്ണങ്ങളാണ് നടാനായിട്ട് മുറിച്ചെടുക്കേണ്ടത്. വള്ളികളുടെ തലപ്പും നടുഭാഗവും ഉപയോഗിക്കാം. നമുക്കിത് നട്ട് 2 ആഴ്ചയ്ക്ക് ശേഷവും 5 ആഴ്ചയ്ക്ക് ശേഷവും കള പറിക്കുകയും മണ്ണ് കൂട്ടുകയും ചെയ്യണം. മണ്ണ് കൂട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്കിതിന് വേണ്ട വളവും ചേർക്കാം. ഞാനിവിടെ ചാണകപ്പൊടിയും എല്ലുപൊടിയുമാണ് ചേർക്കുന്നത്. നടാനായിട്ട് വാരം വെട്ടി തണ്ട് മുറിച്ച് വന്നപ്പോഴേക്കും നല്ല മഴയായി. അതുകൊണ്ട് അടുത്ത ദിവസമാണ് നടുന്നത്. ഞാനും അച്ചാച്ചനും കൂടെയാണ് രാവിലെ നടാനായിട്ട് ഇറങ്ങിയത്. നമ്മൾ കൃഷി ചെയ്യുന്നത് മഴയെ ആശ്രയിച്ചിട്ടാണെങ്കിൽ ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ നടാം. ഇനി അതല്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വളർത്തിയെടുക്കാനാണെങ്കിൽ നമുക്കൊരു ഒക്ടോബർ, നവംബർ മാസങ്ങളിലും അതുപോലെ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലും ഒക്കെ നടാവുന്നതാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന തുറസായ സ്ഥലത്താണ് മധുരക്കിഴങ്ങ് നടേണ്ടത്. നമ്മുടെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുന്നൊരു വിളയല്ല മധുരക്കിഴങ്ങ്. ഇനി നമുക്കിതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നും കൂടി നോക്കിയാലോ. അന്നജത്തോടൊപ്പം ധാരാളമായിട്ട് വൈറ്റമിൻ എ, ബി, സി എന്നിവയും നാരുകളും ധാതുലവണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ സ്രോതസ്സായ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് മധുരക്കിഴങ്ങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി.